ദ ജേർണലിസ്റ്റിലേക്ക് പൂഞ്ഞാറിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഒരു മഹാവിജയം പ്രതീക്ഷിച്ചിരിക്കുന്ന PC ജോർജ് ഒരു കാലത്ത് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലം ഏതാണെന്നറിയോ? അത് ഈരാറ്റുപേട്ടയാണ്. ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് ആരെയാണെന്നറിയാമോ? അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെയാണ്. അത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് കൂടിയായിരുന്നു. കാരണം പൂഞ്ഞാർ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കണമെങ്കിൽ ആ മണ്ഡലത്തിൽ ഏറ്റവും അധികമുള്ളൊരു വോട്ട് ബാങ്ക് എന്നത് മുസ്ലിം വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് അത് തനിക്ക് വേണം എന്ന നിലയിൽ തന്നെയാണ് PC ജോർജ് ഒരു നിഷ്പക്ഷനായി മുന്നോട്ട് പോയിക്കൊണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങി വിജയിച്ചത്. അന്ന് PC ജോർജിന് ഏറ്റവും ഇഷ്ടം SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ വേദികളിൽ പോകുന്നതായിരുന്നു. ജോസഫ് മാഷിൻ്റെ കൈയല്ല തലയായിരുന്നു വെട്ടേണ്ടത് എന്ന് PC ജോർജ് പറഞ്ഞൊരു വീഡിയോ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുമുണ്ട്. പക്ഷെ പൊടുന്നനെ BJP-യിലേക്ക് വന്നപ്പോൾ ഇത്രയും കാലം കൂടെ നിന്നവരെ മുഴുവൻ തള്ളിപ്പറയുകയും ഒപ്പം കടുത്ത മുസ്ലിം വിരുദ്ധത പ്രസംഗത്തിലും ചർച്ചകളിലും അഭിമുഖങ്ങളിലുമൊക്കെ നിരന്തരമായി ഒരു മയവുമില്ലാതെ പറയുകയും ചെയ്യാൻ തുടങ്ങി PC ജോർജ്. അവിടെ മുതൽ PC ജോർജിന് തിരിച്ചടികളുടെ കൂമ്പാരമാണ്. PC ജോർജ് അപ്പോഴും സംഘപരിവാറിലേക്ക് കൂടുതൽ അടുക്കുകയും കേന്ദ്ര പദവി വല്ലതും പ്രതീക്ഷിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് BJP മൊത്തമായി തന്നെ ഏറ്റെടുത്ത് ഗംഭീര സംഭവമാക്കി മാറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം. എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്തോറും PC ജോർജ് ഇത്രയും കാലം കൊണ്ടു നടന്നവരെയും തന്നെ പിന്തുണച്ചവരെയും തന്നെ വിജയിപ്പിച്ചവരെയും തനിക്കൊരു അസ്തിത്വം നൽകിയവരെയും ഒക്കെ ഒരു ദയയുമില്ലാതെ ഒരു നന്ദിയുമില്ലാതെ നിരന്തരമായി ചീത്ത വിളിക്കുകയും തികഞ്ഞ വർഗീയത ഒരു ഉളുപ്പുമില്ലാതെ അടിച്ചു വിടുകയും ചെയ്തു. മുസ്ലിങ്ങൾ നടത്തുന്ന കടകളിൽ മറ്റല്ലെങ്കിൽ അവരുടെ വീടുകളിൽ മറ്റുള്ള മതത്തിൽപ്പെട്ടവരെ വന്ധ്യംകരിക്കാൻ വേണ്ടിയിട്ട് തുള്ളിമരുന്ന്, ഒരു പ്രത്യേകതരം മരുന്ന് ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് PC ജോർജ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസഫ് അലി ലുലുമാൾ നടത്തുന്നത് അത് മറ്റു മതങ്ങളുടെ പണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് PC ജോർജ്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കൊന്നും രാജ്യസ്നേഹമില്ലെന്നും പാകിസ്ഥാനെയാണ് അവർക്ക് പ്രിയമെന്നും ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ് PC ജോർജ് വീണ്ടും വർഗീയത ആളിക്കത്തിച്ചിരുന്നു. എന്നിട്ട് വലിയ വിവാദമാകുമ്പോൾ പറയും ഞങ്ങൾ മുസ്ലിങ്ങളെയല്ല പറഞ്ഞത്, തീവ്രവാദികളെയാണ്, ജിഹാദികളെയാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ രക്ഷപ്പെടലാണ്. എന്തായാലും ആശാൻ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അതിന് തൊട്ട് മുന്നേ ആയിട്ട് മുസ്ലിങ്ങളോട് മാപ്പ് പറയുന്ന രീതിയിലൊക്കെ ഞാൻ മുസ്ലിം സമൂഹത്തെ അല്ല ഉദ്ദേശിച്ചത്, അതിലെ തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള നാടകങ്ങളും കളിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ആശാൻ്റെ ഭാഗത്തു നിന്ന് വലിയ വർഗീയതയൊന്നും ഉണ്ടായില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആശാൻ പ്രതീക്ഷിച്ചതുപോലെ വോട്ട് ബാങ്ക് അങ്ങോട്ട് ആക്റ്റീവ് ആയില്ല. മെത്രാനെ ചീത്ത വിളിക്കുന്നു, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ ചീത്ത വിളിക്കുന്നു, അപ്പനും മോനും മത്സരിച്ച് ദീപിക പത്രത്തെ ചീത്ത വിളിക്കുന്നു. അതായത് ക്രൈസ്തവ സമൂഹം ഇത്തവണ തനിക്കൊപ്പം നിന്നില്ല എന്നും മെത്രാന്മാരും മതമേലധ്യക്ഷന്മാരും കോൺഗ്രസിനൊപ്പം നിൽക്കണമെന്ന വിശ്വാസികളോട് ആഹ്വാനം ചെയ്തുവെന്നും അതുവഴി വലിയ തിരിച്ചടി അപ്പനും മോനും ഉണ്ടാകുമെന്നും അവർ തിരിച്ചറിഞ്ഞു എന്ന് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു അവരുടെ ഈ കഴിഞ്ഞ നാളുകളിലെ വലിയ പ്രകടനങ്ങളൊക്കെ. എന്നാലും അതിന് തൊട്ടു പിന്നാലെ സ്വിച്ചിട്ടതുപോലെ ഈരാറ്റുപേട്ടയ്ക്ക് നേരെയുള്ള ഒരു കടന്നാക്രമണം ഒറ്റയടിക്ക് അങ്ങ് ഉണ്ടാവുകയാണ്. കാർ ഓടിക്കാൻ അറിയാത്ത ഏതോ ഒരുത്തൻ തൊട്ടു മുമ്പിൽ പോയി പിള്ളേർ ഓടിച്ച ബൈക്ക് പെട്ടെന്ന് വെട്ടിച്ച് ഒരു വൃത്തികേട് കാണിച്ചപ്പോൾ പൊടുന്നനെ ചവിട്ടി ബാക്കിൽ വന്ന വണ്ടി ഇടിച്ചു. ഇത്തരം സാഹചര്യങ്ങളിൽ വാഹനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സംബന്ധിച്ച് വലിയ ധാരണയൊന്നും ആ കൂട്ടത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ ഭാഗത്തും അവരുടേതായ രീതിയിലുള്ള തെറ്റുകളുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ മഹാൻ പറയാണ്, ഈരാറ്റുപേട്ടയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, അവിടെ ഒരു പ്രത്യേക മതവിഭാഗക്കാർ എന്നെ കയ്യേറാൻ വന്നു, തല്ലാൻ വന്നു, പിടിക്കാൻ വന്നു, ഇടിക്കാൻ വന്നു, സ്റ്റേഷനിൽ നിന്ന് എനിക്ക് നീതി കിട്ടിയില്ല. തൊട്ടു പിന്നാലെ സകല മുസ്ലിം വിരുദ്ധരും അങ്ങ് സംഘടിക്കുകയാണ്. അപ്പോൾ പലരും എനിക്ക് ഒരുപാട് സ്ക്രീൻഷോട്ടുകളും വീഡിയോ ശകലങ്ങളും ഓഡിയോ ക്ലിപ്പും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ പ്രസിദ്ധീകരിക്കുന്നില്ല. എന്തായാലും തീവ്ര മുസ്ലിം വിരുദ്ധൻ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ നിലപാടിൽ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഉള്ള, അതുപോലെ തന്നെ സംഘപരിവാറിനെ പറ്റിച്ച് ഈ പറയുന്ന തീവ്ര മതനിലപാടുകൾ എടുത്ത് സംഘപരിവാറുകാരെ പറ്റിച്ച് ജീവിക്കുന്നു എന്ന ആരോപണം ഉയരുന്ന മറുനാടൻ എന്ന് പറയുന്ന യൂട്യൂബർ, അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു തംബ്നെയിൽ പലരും എനിക്ക് അയച്ചു തന്നു. ഈരാറ്റുപേട്ട എന്താ മറ്റൊരു രാജ്യമാണ്? വാഹനാപകടം ഉണ്ടായപ്പോൾ സംഭവിച്ചത് ഈരാറ്റുപേട്ടയിൽ അപകടത്തിൽപ്പെട്ടാൽ സംഭവിക്കുന്നത്. അതായത് ഈരാറ്റുപേട്ടയിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അപ്പോൾ തന്നെ ഒരു പ്രത്യേക മതവിഭാഗക്കാർ എല്ലാവരും സംഘടിക്കും, ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ മതം ചോദിക്കും, എന്നിട്ട് അത് മറ്റു മതക്കാരാണെങ്കിൽ ഇവർ വർഗീയത പറഞ്ഞ് അയാളെ അടിക്കും. ഇതാണ് ആശാന്മാർ പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ചാനലിൽ കേരളത്തിൻ്റെ മിനി താലിബാൻ ഈരാറ്റുപേട്ട, കേരളത്തിൻ്റെ മിനി താലിബാൻ ഈരാറ്റുപേട്ട എന്ന് പറയുകയാണ്.
താലിബാനോടുള്ള നമ്മുടെ സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഇവരൊന്ന് പുനഃപരിശോധിക്കണം എന്ന് ഞാൻ പറയുകയാണ്. താലിബാൻ്റെ ആരൊക്കെയോ ഇന്ത്യയിലേക്ക് വരുന്നതൊക്കെ ആയിട്ട് വാർത്തകളൊക്കെ വന്നിരുന്നു. ഈ താലിബാൻ എന്ന പദപ്രയോഗം പോലും ഇനി എത്രത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യത്തിലും പലതരത്തിലുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോഴും ഈരാറ്റുപേട്ട ബ്രാൻഡ് ചെയ്യുകയാണ്. അതായത് ഈരാറ്റുപേട്ട, അരുവിത്തുറ എന്നൊക്കെ അറിയപ്പെടുന്ന ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും, അത് ഇസ്ലാം ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യൻ ആയിക്കൊള്ളട്ടെ, ഹിന്ദു ആയിക്കൊള്ളട്ടെ, ഏത് മതത്തിൽപ്പെട്ട ആളുകളെയായാലും അവരൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അവരൊക്കെ വർഗീയവാദികളാണ്, അവരൊക്കെ ഇസ്ലാമിസ്റ്റുകളാണ്, അവരൊക്കെ ജിഹാദികളാണ്, രാജ്യവിരുദ്ധരാണ് തുടങ്ങി PC ജോർജ് മത്സരിക്കുന്നതിന് മുമ്പ് വരെ കേൾക്കുകയും PC ജോർജ് മത്സരരംഗത്തിറങ്ങിയപ്പോൾ പിന്നീട് കേൾക്കാതിരിക്കുകയും PC ജോർജ് എറിഞ്ഞു തോൽക്കുമെന്ന മട്ടിൽ PC ജോർജും മകനും കിടന്നുറഞ്ഞു തുള്ളിയതിന് ശേഷം വീണ്ടും സജീവമാവുകയും ചെയ്ത ഈ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ആ ലേബലിലുള്ള ചർച്ചകൾ ഇതെന്തിനു വേണ്ടിയാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയണം. ഗുരുവായൂരിൽ എന്തുകൊണ്ട് ഹൈന്ദവ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹലാൽ എന്ന് പറഞ്ഞാൽ ഉസ്താദുമാർ തുപ്പിക്കൊടുക്കുന്ന ഭക്ഷണമാണ് എന്ന് K. സുരേന്ദ്രൻ പറഞ്ഞത് ഓർക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റു മതത്തിലുള്ളവരെ വന്ധ്യംകരിക്കാൻ വേണ്ടി തുള്ളിമരുന്ന് ഇറ്റിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് മുസ്ലിങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞ PC ജോർജിൻ്റെ വാദം ഓർക്കണം. അതുപോലെ എത്രയോ 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 വാദങ്ങൾ വെള്ളാപ്പള്ളി പറയുന്നു മലപ്പുറത്ത് ഇത്ര പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എത്ര അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ എന്തൊക്കെ ചർച്ചകൾ ഓരോ പ്രദേശത്തെ ചൊല്ലി നടക്കുന്നു. ഇത് അപകടകരമായ ചർച്ചകളാണ്, അല്ലെങ്കിൽ അപകടകരമായ വ്യാഖ്യാനങ്ങളാണ്. ഞാൻ ഒരുപാട് തവണ സഞ്ചരിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈരാറ്റുപേട്ട. കുമളിയിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വാഗമണിലേക്ക് പോകുമ്പോഴോ ഒക്കെ പലപ്പോഴും ഈരാറ്റുപേട്ടയിലൂടെ പോകാറുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇന്ധനം നിറയ്ക്കാൻ വാഹനം നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് ചാനൽ ജോലി ചെയ്തിരുന്ന സമയത്ത്, റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ തേടാൻ പോയിട്ടുണ്ട്. PC ജോർജിൻ്റെ ബൈറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഈരാറ്റുപേട്ട കാണാത്ത ആളൊന്നുമില്ല ഞാൻ. പക്ഷേ അവിടെ ഇത്തരത്തിൽ തീവ്രമായിട്ടുള്ള വർഗീയത അഴിഞ്ഞാടുന്നു, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം പോക്കറ്റായി അത് മാറുന്നു, അവർ പറയുന്ന നിയമങ്ങൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ബോധപൂർവമായി ഒരു നാടിൻ്റെ ലേബൽ പറഞ്ഞുകൊണ്ട് ഒരു മതവിഭാഗത്തെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈരാറ്റുപേട്ട താലിബാന്, ഈ താലിബാനിസം അല്ലെങ്കിൽ താലിബാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഈ മൊണ്ണകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ പറയുന്നവന്മാർ. അങ്ങനെ ഒരു തീവ്രവാദ കേന്ദ്രമാണ്. ആയുധങ്ങളും AK-47 ശരീഅത്ത് നിയമവും ഒക്കെ നടപ്പാക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്ന സ്ക്വാഡുകളുള്ള, അതാണ് ഞാൻ താലിബാനിസം എന്ന് പറയുന്നത്. ഈ സെറ്റപ്പാണ് ഈരാറ്റുപേട്ടയിലുള്ളത് എങ്കിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നു കാലങ്ങളായി അവിടെ താലിബാനിസം വേരോടുന്നു, ഈ പറയുന്ന സ്ക്വാഡുകൾ അവിടെയുണ്ട്, കില്ലർ സ്ക്വാഡ് ഉണ്ടെന്നൊക്കെ എന്നാൽ മറുനാട്ടിൽ എവിടെ ഞാൻ കണ്ടിരുന്നു. അവിടെ കില്ലർ സ്ക്വാഡുകളുണ്ട്, അവിടെ മറ്റേതുണ്ട് മറിച്ച്. അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിങ്ങൾക്ക് അറിയിച്ചുകൂടെ? നിങ്ങൾ പറയുന്നത് BJP രാജ്യസ്നേഹമുള്ള പാർട്ടിയാണെന്നാണല്ലോ. അവിടെ BJP ഇല്ലേ? അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചുകൂടെ? നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതി വിടുകയും ഏതെങ്കിലും ഒരുത്തൻ വണ്ടി ഓടിക്കാൻ അറിയാണ്ട് വല്ലയിടത്തും കൊണ്ടിടിച്ച് കയറ്റിയിട്ട് അവൻ അടി കിട്ടാൻ പോയപ്പോൾ അവരുടെ മതം ചകഞ്ഞിട്ട് അയ്യോ എൻ്റെ കുഴപ്പമല്ല നിങ്ങളുടെ മതത്തിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി എന്തോ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിനെ വലിയ താലിബാനിസമൊക്കെ ആയിട്ട് ചിത്രീകരിച്ച് നിങ്ങൾ ഈ കിടന്ന് മെഴുകുന്ന നേരത്ത് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? പണ്ട് ഈ എറണാകുളത്ത് ഒരു ചേച്ചി എൻ്റെ കടയിൽ പന്നിയിറച്ചി വിറ്റതിനാണ് മറ്റോമാരെന്നെ തല്ലിയതെന്ന് പറഞ്ഞിട്ട് ഒരു പോർക്ക് ജിഹാദോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടുവന്നു. ഒടുവിൽ പോലീസ് അന്വേഷിച്ച് പോയപ്പോൾ എന്താ സംഭവിച്ചത്? അവർ തമ്മിലുള്ള ഒരു വ്യാപാര തർക്കമാണ്. ഈ സ്ത്രീ അവരിൽ നിന്ന് എന്തോ പൈസ അടിച്ചു മറ്റോ ചെയ്തു. അത് അവർ ചോദ്യം ചെയ്തപ്പോൾ ഇവർ കയറി അടിച്ചു, തിരിച്ചടിച്ചു. അത് വലിയ സംഘർഷമായി. ഒടുവിൽ ഇവർ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പോർക്ക് വിളമ്പിയതിനാണ് എൻ്റെ കട അടിച്ചു പൊളിച്ചത് എന്ന മരത്തിലേക്ക് ഇതിനെ മാറ്റി. എന്നിട്ട് ആ സ്ത്രീയെ പോലീസ് പിടിച്ച് അകത്തിട്ട് കുറേ ആൾ. ഇതൊക്കെ സംഭവിച്ചതാണ് നമ്മുടെ നാട്ടിൽ. എന്ന് മാത്രമല്ല, ഇപ്പോൾ PC ജോർജ് പറയുന്നത് പോലെ, ഇപ്പം PC ജോർജ് ഇന്നാൾ പറഞ്ഞതാണ് ജസ്ന, കാണാതായ ജസ്ന സിറിയയിൽ ആടുമയ്ക്കാൻ പോയാണെന്നാണ് പറഞ്ഞത്. ഇതുവരെ അതിൻ്റെ തെളിവൊന്നും PC ജോർജ് പുറത്തു വിട്ടിട്ടില്ല. അതുപോലെ തന്നെ പറഞ്ഞു 200-ൽ പരമോ 400-ൽ പരമോ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ലവ് ജിഹാദിന് വിധേയരായി, അതിൻ്റെ കണക്കൊക്കെ ഞങ്ങൾ കോടതി പറഞ്ഞോളാം എന്ന് PC ജോർജ് എവിടെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും കണക്കുകളോ ഇതിൻ്റെ ഒന്നും ഫോളോ അപ്പുകളോ ഉണ്ടാവുന്നില്ല. അപ്പം ഞാൻ ഈ PC ജോർജിനോടോ അല്ലെങ്കിൽ ഈ മറുനാടൻ ടീമിനോടോ അല്ലെങ്കിൽ ഈ താലിബാനിസം എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയുന്നത്, നിങ്ങൾ രാജ്യസ്നേഹികളാണെങ്കിൽ ഈരാറ്റുപേട്ടയിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി നടപടി സ്വീകരിപ്പിക്കാൻ എന്താണ് ഇത്ര താമസം? നിങ്ങൾ എന്തിനാണ് യൂട്യൂബിലൂടെ പറഞ്ഞു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എഴുതിക്കൂ. പക്ഷേ നിങ്ങൾ 10 വർഷത്തോളമായിട്ട് PC ജോർജ് എറിഞ്ഞു തോറ്റ കാലം മുതൽ നിങ്ങൾ ഈ കഥ പറയുകയാണ്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇത് നിയമപരമായി തെളിയിക്കാൻ സാധിക്കില്ലേ? ഈരാറ്റുപേട്ട തീവ്രവാദത്തിന് ഹബ്ബായി
അതിനുള്ള തെളിവ് എവിടെ, രേഖ എവിടെയെന്ന് ചോദിച്ചാൽ ഇതാണ് ആ രേഖ എന്ന് കാണിക്കുന്ന ലെവലിലുള്ള ജ്ഞാനമേ അല്ലെങ്കിൽ അത്രയൊക്കെയുള്ള അറിവേ ഈ വിഷയത്തിൽ ഇവിടെയുള്ള ഈ പറയുന്ന ആളുകൾക്കുള്ളൂ. ഈരാറ്റുപേട്ടയെ കടന്നാക്രമിക്കുന്നവരുടെ വർഗീയ വിഷ തള്ളലിനെ തുടർന്നതാണ് ഇവർ ഇമാതിരി വർത്താനം പറയുന്നത്. അല്ലാതെ തെളിയിക്കുന്നതിനുള്ള ഒരു സാധനവും ഇതുവരെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ താലിബാൻ നടക്കുന്നത് പോലെ അവിടെ AK-47 ആളുകൾ നടക്കുന്നുണ്ടോ ഉണ്ടോ ചോദിക്കുകയാണ്, ഈ പറയുന്ന ആളുകളോട് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെളിവ് പുറത്തുകൊള്ളൂ, അല്ലെങ്കിൽ അത് കേന്ദ്രത്തെ അറിയിക്കൂ, നടപടി എടുപ്പിക്കൂ. 10 വർഷമായിട്ട് ഒരേ വായ്ത്താളമല്ലോ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഓരോ പ്രദേശത്തെയും ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ മുഴുവൻ തീവ്രവാദ കേന്ദ്രങ്ങളാണ്, അല്ലെങ്കിൽ താലിബാനാണ്, അവിടെ ഒരു വണ്ടി ഇടിച്ചാൽ ഇങ്ങനെയാണ് അവസ്ഥ, അവിടെ അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ മറ്റു മതക്കാർ ഒറ്റപ്പെടും, അവരെ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറയുന്ന ആളുകൾ ഏത് രാജ്യത്താണ്, ഏത് യൂണിവേഴ്സിലാണ് ജീവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈരാറ്റുപേട്ടയിൽ ജീവിക്കുന്ന ആർക്കും ഇത്തരം ഒരു അഭിപ്രായം, അത് ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ട് വർഗീയത തള്ളാൻ വരുന്നവരോടല്ല, സാധാരണക്കാരായ ജനങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കുണ്ട് ഈരാറ്റുപേട്ടയിൽ സുഹൃത്തുക്കൾ. ഇത് കേൾക്കുന്ന കാലം തൊട്ട് ഞാൻ ചോദിക്കുന്നതാണ് അവരോട്, ഒരാൾക്കും അത്തരത്തിൽ ഒരു പ്രശ്നവും അവിടെ ഇല്ല. പുറമേ നിന്നുള്ള പലരും ആ നാടിനെ ചൂണ്ടിക്കാണിച്ച് PC ജോർജിനെ എറിഞ്ഞു തോൽപ്പിച്ചതുള്ള വൈരാഗ്യം കൂടി തികട്ടി വന്നിട്ട് ഉള്ളിലെ വർഗീയതയും മിക്സ് ചെയ്തിട്ട് നിരന്തരമായ നാടിനെ അവഹേളിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട് തെളിവ് ചോദിക്കുക എന്ന് മാത്രമല്ല, കുറേ കാലമായിട്ട് നിങ്ങൾ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നാൾ ഏതോ കുറച്ച് പ്രായപൂർത്തിയാകാത്ത പിള്ളേരെ ഏതോ കുന്നിൻ്റെ മുകളിൽ എവിടെയോ കുരിശ് തകർക്കുകയോ അല്ലെങ്കിൽ കുരിശിന് എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ കലാപം ഉണ്ടാക്കാൻ പോയതാണ്. അപ്പോൾ പള്ളിയിലച്ചന്മാരൊക്കെ എല്ലാവരും കൂടി ഇടപെട്ടിട്ട് ആ പ്രശ്നം അങ്ങോട്ട് പരിഹരിച്ചു. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്, അങ്ങ് വിട്ടേക്ക്, ഇത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാത്തിനും മതം കലർത്തി എല്ലാത്തിൻ്റെയും പുറകെ മതം കയറ്റി അത് വലിയ സംഘർഷം ഉണ്ടാക്കാനായിട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഈ നാട് നശിപ്പിക്കുമെന്ന് പറയാനുള്ളൂ. ഇനിയല്ല അവിടെ അങ്ങനെ ഒരു താലിബാനിസമുണ്ട്, പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആളുകൾ അതിൻ്റെ തെളിവ് കൊണ്ടുപോവുക. ആ തെളിവുമായിട്ട് കേന്ദ്രത്തെ അറിയിച്ചിട്ട് നടപടി എടുപ്പിക്കുക. അതല്ലേ രാജ്യസ്നേഹം? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്യാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇമാതിരി അന്ധമായ വർഗീയത ആളി കത്തിക്കരുതെന്നാണ് യുവമാരോട് എനിക്ക് പറയാനുള്ളത്.